ഇന്നെന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? ഇന്ന് ഇഡ്ഡലി. ഇഡലിയുടെ പിറകില് എനിക്ക് ഒരുപാട് സ്റ്റോറി ഉണ്ട് പറയാന്. അത് 1930 കഥയാണ്. 1930 ഞാന് അന്ന് നമ്മളെ ഈ വീടൊന്നുമില്ല, അന്ന് നമ്മളെ തറവാടാണ്. തറവാട്ടിൽ ഞാൻ കൊലയിൽ ഇങ്ങനെ രാവിലെ പത്രം വായിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇരിക്കുമ്പോ ഒരു കാറ് വരുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ആരാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ കാറിന് രണ്ടാള് ഇറങ്ങി വന്ന് അടുത്തെത്തിയപ്പോഴാണ് നമ്മളെ സർദാർ വല്ലഭായ് പട്ടേലും അതേപോലെ തന്നെ ഗാന്ധിജിയാണ്. അവര് വന്ന എന്തിനാന്ന് വെച്ചാല് നമ്മള് ബ്രിട്ടീഷുകാരായിട്ട് കുറെ അവരെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് കുറെ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഒരു കുക്കിംഗ് ചെയ്യാൻ ഒരാളുണ്ട്, തമിഴ്നാടുള്ള മുത്തുസ്വാമിയാണ്, അങ്ങനെ എന്തോ മുത്തുസ്വാമി എന്നാണ് തോന്നുന്നത്. അപ്പൊ ആ ആളാണ് ഇവർക്ക് കുക്കിംഗ് ചെയ്യുന്നത്. അപ്പൊ ആ ആളെന്താ വെച്ചാല് രാവിലെ എന്നും ദോശയും അതേപോലെ തന്നെ എന്തോ വേറെ ചട്നിയും, അതേപോലെ ഉച്ചക്ക് ചോറും സാമ്പാറും, പിന്നെ വൈകുന്നേരം കട്ടൻ ചായയും ഒരു ടൈഗർ ബിസ്ക്കറ്റും മാത്രം, അതേപോലെ തന്നെ രാത്രി ഇതേപോലെ തന്നെ ചോറും സാമ്പാറും. ഇതെത്ര 4-5 കൊല്ലമായിട്ട് തന്നെയാണ് ഇത്ര റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്താന്ന് വെച്ചാല് ഇപ്പൊ അവർക്കൊക്കെ ഡെയിലി ഇങ്ങനെ വെറൈറ്റി ഫുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിദേശത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു. അവിടെ അങ്ങനെ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കുന്ന ഒരു സെഷനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഇങ്ങനെ വെറൈറ്റി ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്റെ അടുത്തൊക്കെ വന്നത് അവര്. അപ്പൊ ഞാൻ അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇത്രയും സാലറി ഒക്കെ ഞാൻ വാങ്ങിക്കണല്ല. അന്നത്തെ 3 ലക്ഷം രൂപ ഞാൻ സാലറി വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു 10-15 ലക്ഷം രൂപന്റെ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇനിയിപ്പോ അവരെ കൂടെ പോയി നമുക്ക് സർവീസ് ആയിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അങ്ങനെ മടിച്ചു നിന്ന്. അങ്ങനെ പിന്നെ അവരോട് അങ്ങനെ പറഞ്ഞപ്പോ അവരങ്ങനെ പോയി. പിന്നെ അവരങ്ങനെ കാറിൽ ഇങ്ങനെ കേറുമ്പോ അവരെ കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോ വല്ലാത്തൊരു ഫീലായി. അപ്പൊ ഞാൻ പിന്നെ അവരെ അടുത്തേക്ക് തന്നെ പോയിട്ട് സാറ് ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്നോളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരാണ്ട് സന്തോഷത്തില് ഗാന്ധിജി ഉണ്ടല്ലോ അണ്ട് കെട്ടിപ്പിടിച്ച്. ഗാന്ധിജി നിങ്ങളിപ്പോ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല, ആള് നല്ല ഹൈറ്റ് ഉള്ള ആളാണ്. അപ്പൊ നല്ല പവറുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ചതിന്റെ ഓടി അതിന്റെ പാട് വരെ ഉണ്ട്. അതേപോലെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം കണ്ണീര് വന്നിട്ട് പുറത്ത് അതിന്റെ പാടുണ്ട് ബാക്കില്. അപ്പൊ അവരോട് ഇങ്ങനെ വരാന്നൊക്കെ പറഞ്ഞപ്പോ അവര് ഓക്കെ, ഭയങ്കര സന്തോഷമായി അവർക്ക്. അങ്ങനെ അവര് പോയി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നാളെ വരാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പോയി. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പോയിട്ട് അപ്പൊ അവിടെ എത്തിയപ്പോ ഗാന്ധിജി ഇങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ പറഞ്ഞു തന്നെ, ഇങ്ങനെ ഒരു വെള്ള കളറുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം വേണമെന്നൊക്കെ. അപ്പൊ ഞാൻ എന്റെ റൂമിൽ പോയിട്ട് ഇങ്ങനെ ആലോചിച്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ഉഴുന്നും പച്ചരിയൊക്കെ അന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് അങ്ങനെ പിറ്റേ ദിവസമായി. അങ്ങനെ ഞാൻ അമ്മിമ്മൊക്കെ ഇട്ട് അരച്ച് ഒരു ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കി. അപ്പൊ ഗാന്ധിജിയും മറ്റുള്ള ആൾക്കാരൊക്കെ അവിടെ ഭക്ഷണത്തിന് വേണ്ടി അവിടെ റെഡി ആയിട്ട് അവിടെ ഡൈനിങ് ടേബിളിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഓരോ അപ്പങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ അവർക്ക് കഴിക്കാനുള്ളതായി. അങ്ങനെ ഞാൻ അവരെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവരിങ്ങനെ ഓരോന്നും കഴിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വീണ്ടും കൊണ്ടുപോയി കൊടുക്കണല്ലോ. അപ്പൊ വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ ടെൻഷൻ ആവുക, അത് നന്നാവുക എന്നുള്ള. അപ്പൊ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോ പ്ലേറ്റ് കിട്ടണമെന്നൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ ഇതിപ്പോ എങ്ങനെ എവിടെ പോയി എന്നുള്ള. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഉണ്ടാക്കിയിട്ട് പ്ലേറ്റ് കിട്ടിട്ടൊന്ന് മാറി നിന്ന്. അപ്പൊ നോക്കിയപ്പോ ഒരു എലി ഇങ്ങനെ കടിച്ചു പോവാണ്, ഓരോന്നും എടുത്തു കൊണ്ടുപോവാണ്. അപ്പൊ ഞാൻ എലിന്റെ പിറകിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ തന്നെ ഗാന്ധിജി അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ജാബി അപ്പത്തിന്റെ പേരെന്താ? അപ്പൊ ഞാൻ എലിന്റെ പിന്നാലെ പോയിട്ട് ഇഡലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഗാന്ധിജി അവിടുന്ന് ഈ അപ്പത്തിന്റെ പേരെന്താ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇഡലി എലിനോട് ഇടാൻ പറയാണ്. അപ്പൊ ഗാന്ധിജി അത് വിചാരിച്ചെന്താ വെച്ചാൽ ഈ അപ്പത്തിന്റെ പേര് ഇഡലിയാണ് എന്നാണ്. അപ്പൊ അവിടുന്ന് വിളിച്ചു പറയണേ, ജാബി ഇഡലി അടിപൊളിയാണ് കിട്ടാന്ന്. അപ്പൊ അവരുടെ കൂടെ ഉള്ളവരൊക്കെ പറയണേ എന്താണ് അടിപൊളി. പിന്നെ അവരങ്ങനെ അന്ന് ഉപ്പ് സത്യാഗ്രഹമാണ്. അങ്ങനെ അവര് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയി. ഞാൻ ഈ ഒരു സന്തോഷത്തിൽ അവിടെ ചെറിയൊരു ഇതൊക്കെ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഇട്ടതല്ലല്ലോ അല്ലേ ഈ ഇഡലി.
പിന്നെ 2013 ഇതേപോലെ ഞാന് അന്നും തറവാട് തന്നെയാണ്, നമ്മുടെ തറവാട് തന്നെയാണ്. അത് ഞാൻ ഇതേപോലെ തന്നെ രാവിലെ പത്രം വായിച്ചിരിക്കുകയാണ്. പത്രം വായിച്ചിരിക്കുമ്പോ ഒരു കാറ് വരുന്നു. കാറിന്റെ കൂടെ കുറെ പോലീസുകാരും ബാക്കിലുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കണ്, ഇത് എവിടെ ഇപ്പൊ ഞാനുള്ളതെന്ന്. അപ്പൊ എന്തെങ്കിലും കേസിലോ എല്ലാം കുടുങ്ങിയോ? കാരണം അത്രക്കും വണ്ടിയില് പോലീസുകാര്. അതിന് മുന്നിൽ നിന്നിട്ട് ഒരു കാറിന് ഒരു ഡോർ തുറന്നിട്ട് 2 ആൾക്കാരെ ഇറങ്ങി വരുന്നത്. അപ്പൊ എന്റെ അടുത്തെത്തിയപ്പോൾ ഒന്ന് നരേന്ദ്രമോദിയാണ്, ഒന്ന് അമിത്ഷാ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെത്തിന് എന്റെ അടുത്തേക്ക് വരണെന്ന്. അങ്ങനെ വന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട്. അപ്പൊ എന്റെ വസതിക്ക് ഒന്ന് വരണോ, ഡൽഹിക്ക് ഒന്ന് വരണോ, നമുക്ക് അവിടെ കുറച്ചും കൂടെ ആൾക്കാരുണ്ട്, നമ്മളെ മറ്റേ മന്ത്രിമാരൊക്കെ. അപ്പൊ അവരായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതിനൊന്ന് ഇൻവൈറ്റ് ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്താ കാര്യം. അങ്ങനെ അതും പറഞ്ഞ അവര് പെട്ടെന്ന് പോയി. അങ്ങനെ പോയി അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇൻവിറ്റേഷൻ ഉള്ളത്. അപ്പൊ ആ ഡേറ്റിൽ ഞാൻ പോയും ചെയ്ത്. പോയപ്പോ വലിയ സെറ്റപ്പ് അടിപൊളി ഫുഡും ഒക്കെ എല്ലാം കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇരിക്കണം. അപ്പൊ എന്തിനാ വിളിച്ചതെന്നറിയോ? അവർക്ക് ഒരു പ്ലാൻ ഉണ്ട്. ഗുജറാത്തില് അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മറ്റേതുണ്ടല്ലോ പ്രതിമന ഉണ്ടാക്കണം. അപ്പൊ ഞാന് ഇവർക്ക് സർദാർ മറ്റേ അവരെ സമരത്തിനൊക്കെ വേണ്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ആദര സൂചകമായിട്ട് എന്റെ ഒരു പ്രതിമ വെക്കണം എന്നുള്ള അവരൊരു ആഗ്രഹം. അപ്പൊ ഞാൻ കൊറേ പറഞ്ഞു വേണ്ട, എന്റെ വെക്കണ്ട. അങ്ങനെ അമിത്ഷാന്റെ ഒക്കെ കാല് പിടിച്ച് പറഞ്ഞ് ഒന്നും അവർക്കൊരു ഇതില്ല. അങ്ങനെ മോദിനോട് ഞാൻ കൊറേ പറഞ്ഞു വേണ്ട. അവരിങ്ങനെ മോദിക്കൊരു ഒരു സ്വഭാവം ഉണ്ട്, ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ തട്ടിയിട്ട് സമാധാനിപ്പിക്കണം. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു വേണ്ട. അപ്പൊ പിന്നെ മോദി ഇങ്ങനെ എന്നാ പിന്നെ അമിത്ഷാനോടുണ്ട് പറയണത്, ഹിന്ദിയിലാണ് പറഞ്ഞത്. മോനിക്ക് എന്നാ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ നമുക്ക് വേണ്ട. അപ്പൊ പിന്നെ എന്നോട് മോദി ചോദിക്കണ്, എന്നാ മോനിക്ക് എന്താണ് വേറെ ആരുടെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞേ അപ്പൊ ഇതിനൊക്കെ കാരണം ഗാന്ധിജിയും അതേപോലെ തന്നെ മറ്റേ സർദാർ വല്ലഭായ് പട്ടേലും ആണല്ലോ എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നതും. ഇതിനൊക്കെ കാരണം അവര് 2 പേരാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അവരെ ഏതെങ്കിലും 2 പേരെ വെച്ചാ മതി എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ ഗാന്ധിജി അപ്പൊ മോദിണ്ട് പറയണേ, അപ്പൊ ഗാന്ധിജി ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ, നമ്മളെ നോട്ടിലും നമ്മളെ കലണ്ടറിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാരും അറിയണ്ട്. പട്ടേൽ ഇപ്പൊ എവിടെ ഇല്ലല്ലോ, എന്നാ നമുക്ക് പട്ടേലിനെ വെക്കാം. പിന്നെ അവരിങ്ങനെ തീരുമാനിച്ച അങ്ങനെ പട്ടേലിനെ വെച്ച്. അങ്ങനെയാണ് മറ്റേ ഒരു ഗുജറാത്തിൽ ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അത് വന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ വന്നതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 4-5 മാസം മുൻപ് അങ്ങനെ അന്ന് നമ്മുടെ ഈ വീടുണ്ട്. അങ്ങനെ ഞാൻ പതിവ് പോലെ കൊലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പത്രം വായിക്കാണ്. പത്രം വായിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഡിഫൻഡർ നമ്മളെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇതിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാം, മറ്റേ അങ്ങനെ കറങ്ങി ഇങ്ങനെ വരുമല്ലോ, അങ്ങനെ കറക്കി ഇങ്ങോട്ട് കൊടുന്നിങ്ങനെ. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് സ്റ്റോപ്പ് ആവുന്നത്. അപ്പോണ്ട് ഇങ്ങനെ ചുഴലിക്കാറ്റ് പോലെ മറ്റേ പൊടി മൊത്തത്തിൽ പൊന്തിന് മേലേക്ക്. ഞാൻ വിചാരിച്ചു ചുഴലിക്കാറ്റാണെന്ന് തന്നെ വിചാരിച്ചത്. അങ്ങനെ ആ പൊടിയടക്കം കൊണ്ട് താഴെ ശേഷം ആ വണ്ടിയിൽ നിന്ന് 2 പേര് ഇറങ്ങി വരുന്നത്. ഒന്ന് മോഹൻലാൽ, ഒന്ന് മമ്മൂട്ടി.